എറണാകുളം ജില്ലയുടെ പ്രത്യേകത എന്താ വെച്ചാൽ കോൺഗ്രസ്സിന് മേൽക്കൈയുള്ള UDFന് മേൽക്കോയ്മയുള്ള ഒരു ജില്ലയാണ്. മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ പോലെയാണ് എറണാകുളം ജില്ലയിൽ കോൺഗ്രസ്. അതെ, സാമുദായികമായിട്ടും അതിൻ്റെ ഒരു ചേരുവ അതിന് യോജിച്ചാണ്. ഇപ്പോൾ പ്രധാനപ്പെട്ട സമുദായങ്ങൾ ഒന്ന് സിറിയൻ ക്രിസ്ത്യൻ സമുദായമാണ്, സിറിയൻ ജേക്കബിറ്റ്, സിറിയൻ കാത്തലിക്, പിന്നെ ലാറ്റിൻ കാത്തലിക്, മുസ്ലിം, നായർ. ഈ വിഭാഗങ്ങളൊക്കെ പരമ്പരാഗതമായിട്ട് കോൺഗ്രസ്സിന് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അവർ ഇനിയും കോൺഗ്രസ്സിന് തന്നെ വോട്ട് ചെയ്യും. അതിന് യാതൊരു മാറ്റവും സാധാരണയിൽ വരാൻ സാധ്യതയില്ല. അപ്പോൾ അങ്ങനൊരു മണ്ഡലത്തിൽ അവർക്ക് അങ്ങനൊരു ജില്ലയിൽ അവർക്ക് പ്രധാനമായിട്ടും മേൽക്കൈയുണ്ട്. അത് അതേസമയത്ത് തന്നെ CPM താരതമ്യേന വളരെ ദുർബലമാണ്. CPMന് മേൽക്കൈയുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് തന്നെ മേൽക്കോയ്മയുള്ള മണ്ഡലങ്ങൾ ശരിക്കും പറഞ്ഞാൽ 3-4 ഉള്ളൂ. ഒരെണ്ണം തൃപ്പൂണിത്തുറയാണ്, അവിടെ കോൺഗ്രസ് MLA ആണ്. അടുത്തത് പറവൂരാണ്, അവിടെ കോൺഗ്രസ്സുകാരനാണ്. ഇനിയിപ്പോൾ UDFന് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ മുഖ്യമന്ത്രി ആകേണ്ട ആളാണ് അദ്ദേഹം. ഇടതുപക്ഷക്കാർ ഏറ്റവും അധികമുള്ള പറവൂർ മണ്ഡലത്തിലാണ് മത്സരിക്കുന്നത്. അതെ. പിന്നെ ഹിന്ദു മെജോറിറ്റിയുള്ള മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് വൈപ്പിനാണ്. അവിടെ ഇപ്പം നിലവിൽ CPMൻ്റെ MLA ആണ്. പക്ഷേ അത് ഉറപ്പിച്ച് പറയാനൊന്നും പറ്റില്ല, വേണ്ടി വന്നാൽ കോൺഗ്രസ് ജയിക്കാവുന്ന സീറ്റാണ്. പിന്നെ ഒന്ന് എന്ന് പറഞ്ഞാൽ കൊച്ചിയാണ്. കൊച്ചിയിൽ ഈ കോൺഗ്രസ്സുകാർ തമ്മിൽ കാലുവാരൽ കൂട്ടാണ്. അവിടെ KJ മാക്സി എന്ന് പറഞ്ഞ ഒരു CPMകാരൻ 2ാം തവണയും ജയിച്ചത്. അവിടെ കാലുവാരലില്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് കോൺഗ്രസിൻ്റെ ഒരു 60% വോട്ടുള്ള സ്ഥലമാണ്. മൂന്നാമത്തെ LDFകാർ കൈവശം വെച്ചിരിക്കുന്ന ഒരു സീറ്റെന്ന് പറയുന്നത് കോതമംഗലമാണ്. കോതമംഗലത്തിൻ്റെ പ്രത്യേകത അവിടെ കോൺഗ്രസും കേരള കോൺഗ്രസും ചേർന്ന 65% വോട്ടർമാരുണ്ട്. പക്ഷേ ഇവർ തമ്മിലുള്ള പൊരുത്തക്കേടുകളും പിന്നെ സാമുദായികമായിട്ടുള്ള ചില അന്തർധാരകളൊക്കെ ഉള്ളതുകൊണ്ടാണ് ആൻ്റണി ജോൺ എന്ന് പറഞ്ഞ CPM സ്ഥാനാർത്ഥി ജയിച്ചത്. വേണമെങ്കിൽ ആൻ്റണിക്ക് ഒന്നുകൂടി ജയിക്കാം. കാരണം അവിടെ ഈ പറഞ്ഞ ഘടകങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. ആൻ്റണി സാമാന്യം ജനസമ്മതനായ ഒരു സ്ഥാനാർത്ഥിയുമാണ്. അപ്പോൾ ഇതാണ് എറണാകുളം ജില്ലയുടെ ഒരു ചിത്രം. പിന്നെ ബാക്കിയുള്ളൊരു ഇപ്പോൾ CPMൻ്റെ കയ്യിലിരിക്കുന്ന ഒരു സീറ്റ്, അത് ലക്നാലോ ചന്ദ്രാലോ CPM ജയിക്കേണ്ട സീറ്റല്ല, കോൺഗ്രസ്സിന് വലിയ മേൽക്കൈയുള്ള സ്ഥലമാണ്. അവിടെയാണ് 2020 ആദ്യമായിട്ട് അവതരിച്ചത്. അതുകൊണ്ടാണ് LDF സ്ഥാനാർത്ഥി ജയിക്കും UDF സ്ഥാനാർത്ഥി തോക്കുകയും ചെയ്യുന്ന ഒരു വിപരീതത്തിലേക്ക് പോയത്. ആ മണ്ഡലമാണ് കുന്നത്തുനാട്. അത് പട്ടികജാതി സംവരണ മണ്ഡലവുമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കും. അവിടെ നിന്നുള്ള എല്ലാ സീറ്റുകളും എല്ലാ മണ്ഡലങ്ങളും പിടിച്ചെടുക്കാനായിട്ട് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു. ആ ഒരു ജയം പ്രതീക്ഷിക്കുന്നു. ആ സമയത്താണ് 2020 അത് നേരത്തെ അവതരിച്ചാണ്. പക്ഷേ ത്രികോണ മത്സരമാണ്. ആസ് ഓഫ് നൗ BJPക്ക് ചവിട്ടുപടിയുള്ള ഒരു മണ്ഡലം എന്ന് പറഞ്ഞാൽ തൃപ്പൂണിത്തുറയാണ്. അവിടെ ജയിക്കാനൊന്നും സാധ്യമില്ല. തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിൽ BJP ഭൂരിപക്ഷം കിട്ടിയില്ല എങ്കിൽ പോലും അവരുടെ ചെയർമാനും വൈസ് ചെയർമാനുമാണ് ഉള്ളത്. BJPയുടെ ഭരണ സാരഥ്യത്തിൽപ്പെട്ട ആദ്യത്തെ മുനിസിപ്പാലിറ്റി എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം തൃപ്പൂണിത്തുറയാണ്. അവിടെ ഹിന്ദു മെജോറിറ്റിയുള്ള ഒരു മുനിസിപ്പാലിറ്റിയുമാണ്. പക്ഷേ അതിനപ്പുറത്ത് മറ്റ് പഞ്ചായത്തുകളുണ്ട്. തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി കൊണ്ട് ഒരു മണ്ഡലമില്ല. പഞ്ചായത്തുകളിലൊക്കെ BJPയുടെ സ്ഥിതി അത്ര ശോഭനമല്ല, അതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ പല പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും അവിടെ ഉണ്ട്. അതിന് കൂടെയാണ് ഇപ്പോൾ രണ്ടാമതൊരു A ക്ലാസ് മണ്ഡലം ആയിട്ട് കുന്നത്തുനാട് ഉയർന്നു വരുന്നു എന്നാണ് നമ്മളിതിൽ നിന്ന് കാണുന്നത്. ഓക്കെ, കുന്നത്തുനാട് പട്ടികജാതി സംവരണ സീറ്റാണ്. പക്ഷേ അവിടെ ആരായിരിക്കും സ്ഥാനാർത്ഥി, എത്ര വോട്ട് പിടിക്കും എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ഈ സംഭവം മുന്നോട്ട് പോവുക എന്നെനിക്ക് തോന്നുന്നു.